താമരക്കുളം വി ഹയർ സെക്കൻഡറി സ്കൂൾ വിമുക്തി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടത്തി. PTA പ്രസിഡന്റ് രതീഷ് കുമാർ കൈലാസം ഉദ്ഘാടനം ചെയ്തു. താമരക്കുളം വി ഹയർ സെക്കൻഡറി സ്കൂളിൽ വിമുക്തി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. സ്കൂൾ PTA പ്രസിഡന്റ് രതീഷ് കുമാർ കൈലാസം ഉദ്ഘാടനം നിർവഹിച്ചു. ലഹരിയുടെ ദോഷവശങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അതൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ലഹരി ഉപയോഗിച്ചാൽ നമുക്ക് സാമ്പത്തിക നഷ്ടവും മാനനഷ്ടവും ജീവഹാനിയൊക്കെ ഉണ്ടാകുന്നത്. അതൊരു ലഹരിയല്ല. നമുക്ക് വേണ്ടത് ജീവിതത്തിലെ സന്തോഷകരമായ ഒരു സന്ദർഭങ്ങളൊക്കെ ഉണ്ട്. അതിലൂടെയാണ് നമ്മൾ കടന്നു പോകേണ്ടത്. ഈ ക്ലാസ്സിന്റെ പ്രസക്തിയെ പറ്റിയൊക്കെ ഒരുപാട് തവണ അസംബ്ലിയിലൊക്കെ വെച്ച് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഈ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മളൊരു ലഹരി വിരുദ്ധ പ്രതിജ്ഞ എടുക്കുകയുണ്ടായി. അപ്പോൾ ഒരു നല്ല നാട്ടിലേക്ക് അല്ലെങ്കിൽ ഒരു നല്ല സമൂഹത്തിലേക്ക് നാം എത്തണമെങ്കിൽ ലഹരി പൂർണ്ണമായി ഇല്ലാതാവുക എന്നത് അത്യാവശ്യമാണ്. അത് മാത്രമല്ല, ഒരു വ്യക്തി പേഴ്സണലി ഒരു നല്ല ആളായി തീരണമെങ്കിലും ഇതുപോലുള്ള സബ്സ്റ്റൻസിന്റെ ഉപയോഗം ഇല്ലാതിരിക്കുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഒരാൾ എത്തണമെങ്കിൽ ഏറ്റവും ആദ്യമായി വേണ്ടത് തിരിച്ചറിവാണ്. ഒരു ഞങ്ങളിവിടെ ആ സാർ അവിടെ പെട്രോളിങ്ങിന് പോയിക്കൊണ്ടിരുന്ന സമയത്ത്, പെട്രോളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കരകളായ ഈ സ്ഥലങ്ങളെല്ലാം ചുറ്റി നടന്ന് വിവരങ്ങളൊക്കെ അന്വേഷിച്ച് നടക്കുന്ന സമയം, ആ സമയത്ത് സാറിന്റെ ഫോണിലോട്ട് ഒരു കോൾ വരിക. ഒരമ്മയാണ് വിളിക്കുന്നത്. അമ്മ വിളിച്ചിട്ട് കരഞ്ഞോണ്ടാ പറയുന്നത്, എന്റെ പൊന്നു സാറേ ഒന്ന് ഓടി വരണം, നിങ്ങൾ വന്നില്ല എന്നുണ്ടെങ്കിൽ ഇവൻ എന്നെ കൊല്ലും, എന്റെ മകൻ എന്നെ കൊല്ലും എന്ന് കരഞ്ഞോണ്ടാണ് ആ അമ്മ വിളിക്കുന്നത് സാറിനെ. വെറും 13 വയസ്സുള്ള 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ് അവന്റെ അമ്മയെ ഇങ്ങനത്തെ രീതിയിൽ ഉപദ്രവിക്കാൻ നിൽക്കുന്നത്. അവന്റെ അടുത്ത് ചോദിച്ചത് അവൻ പറഞ്ഞത് അവന്റെ കൂട്ടുകാരിൽ കിട്ടിയ കഞ്ചാവ് എന്ന് പറഞ്ഞ മയക്കുമരുന്നാണ് അവൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ ആ അമ്മയുടെ വിഷമം. തീർച്ചയായും സർക്കാർ നടത്തുന്ന ഈ പരിപാടി തീർച്ചയായും നിങ്ങളൊക്കെ മനസ്സിൽ കൊണ്ടു നടന്ന് മനസ്സിൽ കാത്തു സൂക്ഷിച്ച് നിങ്ങളെ കൊണ്ട് ഒരാളെയെങ്കിലും ലഹരിയിൽ നിന്ന് മോചിതരാക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതാണ് ഏറ്റവും വലിയ കാര്യമെന്ന് തന്നെ എനിക്ക് പറയുവാൻ കഴിയും. തീർച്ചയായിട്ടും വിമുക്തി ക്ലബിന്റെ പ്രവർത്തനങ്ങൾ വളരെ കാര്യക്ഷമമായിട്ട് ഹെൽത്ത് കൊണ്ടുനടക്കുന്നുണ്ട്. എല്ലാ കാര്യത്തിലും തീർത്തും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന വിമുക്തി ക്ലബിന് എല്ലാവിധമായ ആശംസകളും. സ്റ്റാഫ് സെക്രട്ടറി PS ഗിരീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. സിവിൽ എക്സൈസ് ഓഫീസർ തസ്നി ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. വിമുക്തി ക്ലബ്ബ് കോർഡിനേറ്റർ R ഹരിലാൽ, K രഘുകുമാർ, K ജയകൃഷ്ണൻ, വിനീത S വിജയൻ, ഹേന S ജങ്കർ, S വിദ്യ, അൽത്താഫ് ഷംസുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. CDNet News ചാരുമൂട്.